ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോൾ മഞ്ഞുവീഴ്ച കണ്ട് ഞങ്ങൾ അമ്പരന്നു. 900 അതിലോ കൂടുതലോ കിലോമീറ്റേഴ്സ് വരുന്നതാണ് ഞങ്ങളുടെ അടുത്ത ലെഗ് ഓഫ് ജേണി. അതിലേക്ക് വേണ്ട ഫ്യൂൽ സ്റ്റേഷൻസ് ഇവിടം വിട്ടുകഴിഞ്ഞാൽ പിന്നെ കെലോങ്ങിലാണ്. ഡീസൽ ഫുൾ ടാങ്ക് ഇന്നലെ നിറച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അലർജി ഉള്ളതിനാൽ തന്നെ ജെറിക്കാനിൽ ഡീസൽ എടുത്ത് ഈ യാത്രയിൽ കൊണ്ടുപോകില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇന്നലെ പോയ പങ്ങോങ്ങിൻ്റെ തീരത്തുകൂടിയുള്ള വഴികളിൽ കൂടിയാണ് ഞങ്ങളുടെ ഈ രാവിലത്തെ യാത്ര. ഈ സമയത്തുള്ള തടാകത്തിൻ്റെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. ചുഷുൽ എന്ന സ്ഥലത്ത് എത്തുന്നത് വരെ ഏകദേശം 50 കിലോമീറ്റർ നമ്മൾ പങ്ങോങ്ങിൻ്റെ തീരത്തുകൂടി തന്നെയാണ് യാത്ര ചെയ്യുക. പങ്ങോങ്ങിലേക്ക് ചുഷുലിനടുത്ത് എത്തുമ്പോൾ ഈസ്റ്റ് വേർഡ്സ് ആയിട്ട് അത് തിരിഞ്ഞ് ഒഴുകുകയാണ്. ഈ സ്ട്രെച്ച് ഓഫ് റോഡ്സ് വളരെ വിജനമാണ്. വഴിയിൽ കുറച്ച് ഗ്രാമങ്ങൾ മാത്രം. ഇതാണ് കിജാങ്. ഇത് കാട്ടുകഴുതയാണ്. ഇതാണ് ചുഷുലിലെ വാർ മെമ്മോറിയൽ. ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ചൈനീസ് അതിർത്തി ഈ സ്ഥലങ്ങളിൽ നിന്നും അധികം അകലെയല്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാർ മെമ്മോറിയൽസിൽ പെട്ടതാണ് ഇവിടുത്തെ റിസാംഗ്ല വാർ മെമ്മോറിയൽ. സമയം കുറവായതിനാൽ ഞങ്ങളിവിടെ കയറിയില്ല. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡുകൾ വിജനമായതിനാൽ വീൽ ട്രാക്കുകൾക്ക് പുറത്ത് എവിടെയും പോകരുതെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. ആർമിയുടെ റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന സൈൻ ബോർഡ്സ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടിരുന്നു. അവിടേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല. ഈ ഇടതുവശത്ത് കാണുന്ന മലകൾക്ക് തൊട്ടപ്പുറത്ത് ചൈനയാണ്. വഴി അറിയാഞ്ഞതുകൊണ്ട് താങ്സ്തയിലേക്ക് തിരിച്ചു പോകുകയായിരുന്ന ഒരു സോളോ ബൈക്കറെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കൂടെ പോന്നോളാൻ ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനത്തെ സോഫ്റ്റ് സാൻഡൊക്കെയുള്ള വളരെ ഡസ്റ്റി റോഡ്സാണ് ഇവിടെയുള്ളത്. മുന്നിലുള്ള റോഡിലൂടെ ബുദ്ധിമുട്ടുന്ന ഈ ബൈക്കറെ നിങ്ങൾക്ക് കാണാം. ഇടതുവശത്തു കൂടി ഒഴുകുന്ന ഇൻഡസ് നദിയുടെ കരയിലേക്ക് ഞങ്ങൾ എത്തി. ഇതാണ് ലോമ ബ്രിഡ്ജ്. ലേയിൽ നിന്നും ഹൻലയിലേക്ക് പോകുന്ന വഴി ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണിത്. കുറച്ചു നേരം റോഡരികിൽ നിർത്തി ഞങ്ങൾ കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ കുടിച്ചു. ഒരു കൂട്ടം കിജാങ്സിനെ ഞങ്ങൾ ഇവിടെ കണ്ടു. BSNL ഒക്കെ അവരുടെ കേബിൾ നെറ്റ്വർക്ക്സ് ഇവിടെ ഇടുന്നതേ ഉള്ളൂ. കൂടുതലും വളരെ സ്ട്രെയിറ്റ് റോഡ്സ് ആണ്. ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. ബ്രൗണും ബ്ലാക്കും കളറുള്ള മലനിരകളിൽ അതിൻ്റെ കളറിൽ തന്നെ പല ടോണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഹൻലയിലെത്തി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നേരെ പോയി ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടൽ നടത്തുന്ന പുള്ളിയോട് ഞാൻ കുറച്ച് ഡീസൽ റിക്വസ്റ്റ് ചെയ്തു. ഇവിടെ പവറിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എല്ലായിടത്തും ജനറേറ്റേഴ്സ് വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡീസൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. പുള്ളി ഏതായാലും 20 ലിറ്റർ ഡീസൽ നാളെ ഉച്ചയോടുകൂടി തരാമെന്ന് എനിക്ക് പ്രോമിസ് തന്നു. ലഞ്ചിന് ശേഷം അല്പം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി കാണാൻ പുറപ്പെട്ടു. മൗണ്ട് സരസ്വതിക്ക് മുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 14,764 ഫീറ്റ് അബവ് സീ ലെവലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള HCT ടെലസ്കോപ്പ് മാത്രമേ വിസിറ്റേഴ്സിന് സന്ദർശിക്കാൻ അനുവാദമുള്ളൂ.
ഇവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിസിറ്റേഴ്സിനുള്ള ബുക്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണം. കറൻ്റ്ലി ഇത് വേൾഡിൽ തന്നെ 10th ഹയസ്റ്റ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ്. ഇത്രയും റിമോട്ടായിട്ടുള്ള ഈ സ്ഥലത്ത് ഈ ടെലസ്കോപ്സ് സ്ഥാപിച്ചത് എന്തിനാണ് എന്നുള്ളത് ഒരു സ്വാഭാവിക ചോദ്യം മാത്രമാണ്. ഈ ടെലസ്കോപ്സിന് ഏറ്റവും കുറഞ്ഞ പ്രകാശ മലിനീകരണം, അതേപോലെ തന്നെ കുറഞ്ഞ ഈർപ്പം, കുറഞ്ഞ അന്തരീക്ഷ താപനില, കുറഞ്ഞ അന്തരീക്ഷത്തിലുള്ള എയറോസോളുകളുടെ ഡെൻസിറ്റി, അതുപോലെ തന്നെ ടോട്ടലി കുറഞ്ഞ പൊല്യൂഷൻ, ഇങ്ങനത്തെയുള്ള സ്ഥലത്ത് മാത്രമേ ഇത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ക്രെസ്റ്റ് അഥവാ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ബാംഗ്ലൂർ, അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഇത് സാറ്റലൈറ്റ് ലിങ്കിലൂടെ റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒപ്റ്റിക്കൽ, ഇൻഫ്രാറെഡും അതുപോലെ തന്നെ ഗാമ റേ ടെലസ്കോപ്സുമുണ്ട്. ലഡാക്കിലെ ആസ്ട്രോ ടൂറിസം വളരെ പോപ്പുലറാണ്. പല ടൂറിസ്റ്റും ഈ നൈറ്റ് സ്കൈസ് വാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. ഹൻലയിൽ നിന്നും ഞങ്ങൾ രാവിലെ പുറപ്പെടുമ്പോൾ ഇവിടുത്തെ താപനില -5 ഡിഗ്രീസ് ആണ്. വിൻഷീൽഡിൽ തന്നെ തണുത്തുറഞ്ഞ സ്നോ കാണാം. ഞങ്ങൾ ഫോത്തീല പാസ് വഴിയാണ് ഉംലിംഗ്ലയിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ തന്നെ യാത്ര ചെയ്യുന്നത് വളരെ ഉയരത്തിലാണ്. ദൂരെയുള്ള മലനിരകൾ തന്നെ നമ്മളുടെ ഏകദേശം അതേ ഹൈറ്റിലോ നമ്മൾക്ക് താഴെയോ ആണെന്ന് മനസ്സിലാക്കാം. ഈ റോഡുകൾ വളരെ നാരോയും ഒരുപാട് ഹെയർ പിൻ ബെൻസും അതേപോലെ തന്നെ വളരെ സ്റ്റീപ്പുമാണ്. ഫോർച്യൂണർ ഈ ഭാഗങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഗിയറിലാണ് കയറുന്നത്. ഇവിടെ എയറും വളരെ തിന്നാണ്. സൈഡിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഏകദേശം ഒരു എയർക്രാഫ്റ്റിൽ നിന്ന് ഇടയ്ക്ക് കാണുന്ന ഒരു പ്രതീതി തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോത്തീല ടോപ്പിലെത്തി. ഇത് 18,124 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. ആ കാണുന്നതാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ട വഴികൾ. ഒരു ചെക്ക് പോയിന്റും താഴെ കാണാം. ഫോത്തീലയുടെ മറുവശത്ത് കുത്തനെയുള്ള കയറ്റങ്ങൾ കയറിയാണ് നമ്മൾ വന്നതെങ്കിൽ ഇനിയുള്ള വഴികൾ അതേപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളാണ്. ചിഷുംലിയിലേക്കുള്ള വഴിയിൽ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി ടോസ്റ്റഡ് ബ്രെഡും ചീസും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഉയരം 17,598 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതിലും മേലെയാണ്. ഏകദേശം 10 മണിയോടുകൂടെ ഞങ്ങൾ ഉംലിംഗ്ല ടോപ്പിലെത്തി. ഇത് സ്ഥിതി ചെയ്യുന്നത് 19,024 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. ഇത് വേൾഡിലെ ഹയസ്റ്റ് പേവ്ഡ് മൗണ്ടൻ പാസ് ആണെന്ന് പറയപ്പെടുന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തു.
ഡെംചോക്ക് എന്ന സ്ഥലം കൂടെ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. തിരിച്ച് ഇതേ വഴി തന്നെ ഉംലിംഗ്ല ടോപ്പിൽ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇന്നത്തെ വഴിയിലേക്ക് കർസോക്കിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഉംലിംഗ്ല ടോപ്പ് 2 പ്രാവശ്യം സന്ദർശിക്കും. ഡെംചോക്ക് ഇവിടെ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരത്താണ്. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. ഡെംചോക്ക് എത്തുന്നതിന് കുറച്ച് ദൂരം മുമ്പ് ഞങ്ങളുടെ ഫോണുകളിൽ ചൈനീസ് ടെക്സ്റ്റ് മെസ്സേജസ് കിട്ടാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലബ് മാപ്പിംഗ് സിസ്റ്റം ഉണ്ടായിരുന്ന ഫോണിൻ്റെ സ്ക്രീന് വൈറ്റ് കളറായി. ഞങ്ങളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തു. ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ താഴ്വാരത്തുകൂടെ ഞങ്ങളുടെ ഇടതുവശത്ത് ഇൻഡസ് നദി ഒഴുകുന്നുണ്ട്. ഡെംചോക്കിലെ ITBPയിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ വേണം അവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് വിസിറ്റ് ചെയ്യാൻ. ഇവിടേക്ക് പോകാൻ ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം വളരെ എക്സ്ട്രീം റഫ് പാച്ചാണ് ഉള്ളത്. ഇവിടെയുള്ള ഇൻഡോ ടിബറ്റൻ ബോർഡർ പെട്രോൾ ക്യാമ്പ്സിലൊക്കെ ഈ ഹോട്ട് സ്പ്രിങ്സിൽ നിന്ന് വരുന്ന ചൂടുവെള്ളമാണ് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ആ കാണുന്ന റോഡുകളും മലകളും ചൈനയിലാണ്. ഹോട്ട് സ്പ്രിങ്സിൽ നിന്നും വരുന്ന ഒരു ടൈനി സ്ട്രീമാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്നത്. ഇവിടെയുള്ള ഹോട്ട് സ്പ്രിങ്സിന്റെ ഉത്ഭവസ്ഥാനം കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നടന്നു. ഈ വെള്ളം നല്ല ചൂടാണ്, നീരാവി വരുന്നത് കാണാം. ഈ വെള്ളം തിളയ്ക്കുന്നത് കണ്ടോ? ഈ കാണുന്ന ചൈനീസ് മലനിരകൾ മുഴുവൻ സൂക്ഷിച്ച് നമ്മൾ നിരീക്ഷിച്ചാൽ ഒരുപാട് ക്യാമറാസ് കാണാൻ പറ്റും. ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന ഡെംചോക്ക് വില്ലേജാണ് ആ കാണുന്നത്. അവിടെ ഒരു ചൈനീസ് ഫ്ലാഗും കാണാം. മുന്നിൽ കാണുന്ന മലകളിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് ചൈനീസ് ബങ്കേഴ്സ് ഉണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ ഉംലിംഗ്ല വഴി ചിഷുംലിലേക്ക് മടങ്ങി. അവിടെ നിന്ന് ഹൻലയിലേക്ക് പോകണം. ഇത് ഞങ്ങൾ നർബൂല ടോപ്പ് വഴിയാണ് പോകുന്നത്. ഗോവ എന്നറിയപ്പെടുന്ന ടിബറ്റൻ ഗസലാണ് ഇത്. ഇതാണ് നർബോല ടോപ്പ്. ഇത് സ്ഥിതി ചെയ്യുന്നത് 17,328 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. ഇനി ഹൻലയിലേക്കുള്ള വഴികൾ മണ്ണിട്ടതാണ്. ഈ വഴികളിൽ സൈൻ ബോർഡ്സ് ഇല്ല, അതേപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻ തീരെയില്ല. വീൽ ട്രാക്സ് മാത്രമാണ് നമ്മൾ റിലൈ ചെയ്യേണ്ടത്. അങ്ങകലെ ഹൻലയിലെ ടെലസ്കോപ്സ് കാണാം. ഇതാണ് ഹിമാലയൻ വോൾഫ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലെത്തി ഡീസലൊക്കെ നിറച്ചു. അവിടെ നിന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ കർസോക്കിലേക്ക് യാത്രയായി. മാഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഇടത്തോട്ടൊരു മരപ്പാലവും കടന്ന് വേണം കർസോക്കിലേക്ക് പോകാൻ. ഈ പാലത്തിലിട്ടിരിക്കുന്ന വുഡൻ പ്ലാങ്ക്സ് പൊട്ടിയിട്ട് വണ്ടികളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഭാഗ്യവശാൽ ചെറിയ വണ്ടികളെ അവർ കടത്തിവിടാൻ അനുവദിച്ചു.
മുന്നിൽ കാണുന്ന വാട്ടർ ബോഡിയാണ് സോ കിയാങ്കർ. നേരം ഓൾറെഡി ഇരുട്ടി തുടങ്ങി. പിന്നീട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ കർസോക്കിലെ ഹോട്ടലിൽ ഞങ്ങളെത്തി.